മക്കൾ ആത്മഹത്യ ചെയ്യുന്ന വീട്ടിലെ മാതാപിതാക്കളുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഒരു കുടുംബത്തിലെ കൂടപ്പിറപ്പ് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ സഹോദരങ്ങൾ പിന്നീട് ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൂടി വരികയാണ് കുട്ടികളുടെ ആത്മഹത്യ. ഇന്നും ഒരു വാർത്ത വന്നു, ഒരു പെൺകുട്ടി പുഴയിൽ ചാടി മരിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ മക്കൾക്ക് സംഭവിക്കുന്നതെന്നാണ് പലരും ചോദിക്കുന്നത്. ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം, നമ്മുടെ സമൂഹത്തിൽ പൊതുവിലും കുട്ടികളിൽ പ്രത്യേകിച്ചും മാനസിക ആരോഗ്യം വളരെ താഴോട്ട് പോകുന്നു. രണ്ടാമത്തേത്, പ്രതികൂല സാഹചര്യങ്ങളെ, പ്രയാസമുള്ള സന്ദർഭങ്ങളെ നേരിടാനുള്ള മനക്കരുത്ത് കുട്ടികൾക്ക് ഇല്ലാതാകുന്നു. പ്രണയ നൈരാശ്യവും ലഹരിയും പോലെയുള്ളവയിൽ കുട്ടികൾ അകപ്പെടുന്നു. ഒരു പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ രക്ഷിതാക്കളോട് സംസാരിക്കാനുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. കുട്ടികളും രക്ഷിതാക്കളും തമ്മിലുള്ള അകലം കൂടുന്നു. ഇതിനേക്കാളൊക്കെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം വളരെ മോശമായ, എപ്പോഴും കലഹങ്ങൾ നടക്കുന്ന വീടകങ്ങളിലെ കുട്ടികൾ അസ്വസ്ഥരാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ കൊണ്ടാണ് കുട്ടികൾ ഇത്തരം കടുംകൈ ചെയ്യുന്നത്. അപ്പം നമ്മുടെ മക്കൾ, നമ്മൾ പോറ്റി വളർത്തിയ മക്കൾ, അവരുടെ ജീവിതം പാതി വഴിയിൽ എറിഞ്ഞുടക്കാതിരിക്കണമെങ്കിൽ അവരെ മാനസിക ആരോഗ്യമുള്ളവരായി വളർത്തണം. രക്ഷിതാക്കൾ അവർക്ക് സമയം കൊടുക്കണം. രക്ഷിതാക്കൾ, മാതാവും പിതാവും ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സ്നേഹബന്ധം വേണം. ആ സ്നേഹം കുട്ടികൾ കണ്ട് അനുഭവിക്കണം. മാതാപിതാക്കളോട് നന്നായി സംസാരിക്കാനും തുറന്നു പറയാനും, പറഞ്ഞാൽ കേൾക്കാനും കഴിയുന്ന ഒരവസ്ഥ കുട്ടികളും മാതാപിതാക്കളും തമ്മിൽ ഉണ്ടാവുകയും ചെയ്യണം.